പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ഒരു ദേഷ്യം അത് തലച്ചോറിൽ ഒരു പ്രത്യേക സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട്. ഈ സ്വിച്ച് എങ്ങനെയാണ് ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്? ഈ സ്വിച്ചിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുക, BP കൂടുക, ശ്വാസം മുട്ട് വരിക, ഇതൊക്കെ തലച്ചോറിലൂടെ ഈ സ്വിച്ച് വഴി ഹൃദയത്തിന് സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെയാണ് തലച്ചോറിന് നിമിഷങ്ങൾ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? നമ്മൾ എപ്പോഴും ഹൃദയത്തെ ഒരു പമ്പായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ പമ്പിന്റെ നിയന്ത്രണം പലപ്പോഴും തലച്ചോറിന്റെ കയ്യിലാണ്. ഈ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സങ്കടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ രക്തധമനികളിൽ വലിയൊരു മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ്. ഈ ഒരു ബ്രെയിൻ ഹാർട്ട് കണക്ഷനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് തലച്ചോറിനകത്ത് അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗമാണ് സ്ട്രെസ് തിരിച്ചറിയുന്നത്. അമിഗ്ഡല അമിതമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ശരീരം എപ്പോഴും അനാവശ്യമായിട്ടൊരു യുദ്ധാവസ്ഥയിൽ ഇങ്ങനെ അലർട്ടായിട്ട് നിൽക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഇത് ഹൃദയമിടിപ്പ് അമിതമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കള്ളൻ കയറാത്ത സമയത്തും സെക്യൂരിറ്റി അലാം വെറുതെ അടിക്കുന്ന പോലെയാണ് അമിഗ്ഡല എപ്പോഴും ഉത്തേജിപ്പിക്കപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ. രണ്ടാമത്തത്, ഈ അമിഗ്ഡല നൽകുന്ന ഒരു പ്രത്യേക സിഗ്നൽ വഴി നമ്മുടെ മജ്ജയിൽ നിന്ന് കൂടുതൽ നീർക്കെട്ടിന്റെ കോശങ്ങൾ പുറത്തു വരികയാണ്. ഇത് രക്തധമനികളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്. രക്തധമനിയിൽ ഹാർട്ടിലൊക്കെ ബ്ലോക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് പെട്ടെന്ന് അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത്, തലച്ചോറിനെയും ഹൃദയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന നാഡിയാണ് വാഗസ് നാഡി. ഇത് ഹൃദയത്തിന് ഒരു ബ്രേക്ക് ഇടുന്ന പോലെയാണ്. പക്ഷേ സ്ട്രെസ് കൂടുന്ന സമയത്ത് ഈ ബ്രേക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ്. ബ്രേക്ക് ഇല്ലാതെ ഓടുന്ന ഒരു കാർ പോലെ ഹൃദയം അനിയന്ത്രിതമായിട്ട് ഓടുകയാണ്. നാലാമതായിട്ട്, കടുത്ത സങ്കടം വരുന്ന സമയത്ത് തലച്ചോറിൽ നിന്നും അതിഗംഭീരമായ അളവിൽ സ്ട്രെസ് ഹോർമോണുകൾ പുറത്തു വരും. ഇത് ഹൃദയത്തിന്റെ ഒരു വശത്തെ മാത്രം പമ്പിംഗ് താൽക്കാലികമായിട്ട് മുഴുവനായിട്ട് നിർത്തുകയാണ്. ഇതിനെ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്നാണ് പറയുക. അഞ്ചാമതായിട്ട്, ഉറക്കമില്ലായ്മ അതല്ലെങ്കിൽ പേടി സ്വപ്നമൊക്കെ കാണുന്ന സമയത്ത് തലച്ചോറ് ഭയങ്കരമായിട്ട് സജീവമാകാണ്. ഈ സമയത്ത് BP കുത്തനെ കൂടാൻ സാധ്യതയുണ്ട്. ഇത് പുലർച്ചെ സംഭവിക്കുന്ന ഹൃദയാഘാതങ്ങളുടെ ഒരു പ്രധാന കാരണമാണ്. ആറാമത്തത്, വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന കോർട്ടിസോൾ ഹോർമോൺ രക്തത്തിലെ കൊഴുപ്പിനെ ധമനികളിൽ അടിഞ്ഞുകൂടാൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് ഹൃദയത്തെ തളർത്തും. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട്, സ്ട്രെസ്സിനെ ട്രാക്ക് ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ നെഞ്ചിടിപ്പ് അനാവശ്യമായിട്ട് കൂടുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു ആലോചിച്ചിരുന്നത് എന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ശരീരത്തിലെ മാറ്റങ്ങൾ നമ്മൾ സ്വയം നിരീക്ഷിക്കുകയാണെങ്കിൽ തലച്ചോറിനെ നമുക്ക് ശാന്തമാക്കാൻ കഴിയും. രണ്ടാമത്തത്, വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഇത് തലച്ചോറിൽ നിന്നുള്ള അപകട സൂചനകൾ സ്റ്റോപ്പ് ചെയ്യാൻ ഹൃദയത്തെ സഹായിക്കും. മൂന്നാമത്തത്, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഒഴിവാക്കുക. ഫോണിലെ ചില കാര്യങ്ങൾ തലച്ചോറിനെ ഉത്തേജിപ്പിക്കും, ഹൃദയത്തിന്റെ വിശ്രമം തടസ്സപ്പെടുത്തും. നാലാമത്തത്, ഒരു 7-8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ഉറക്കക്കുറവ് തലച്ചോറിലെ അമിഗ്ഡലയെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യവും പേടിയൊക്കെ ഉണ്ടാക്കും. അഞ്ചാമത്തത്, നമുക്ക് സോഷ്യലി ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് അമിഗ്ഡലയെ എപ്പോഴും ജാഗ്രതയോടെ നിലനിർത്തണം. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളൊക്കെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വഴി ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന നല്ല ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ആറാമത്തത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഹൃദയമിടിപ്പ് വല്ലാതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ടെൻഷൻ കൊണ്ടാണെന്ന് മാത്രം സ്വയം വിധി എഴുതരുത്. സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് കാണണം. ഏഴാമതായിട്ട്, നിങ്ങൾ സ്വയം ഒന്ന് അസസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാണോ? ഇനി അഥവാ ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനൊരു 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ ഇന്നത്തെ സ്ട്രെസ് ലെവൽ എത്രയാണെന്നൊന്ന് കമന്റ് ചെയ്യുക. 7ന് മുകളിലാണെങ്കിൽ ഈ വീഡിയോയിലെ ടിപ്പുകൾ ഇന്ന് തന്നെ നിങ്ങൾ പരീക്ഷിച്ച് തുടങ്ങുക.